ഹരേ കൃഷ്ണ, സർവം കൃഷ്ണ അർപ്പണമസ്തു. ഞാനിപ്പോൾ നിൽക്കുന്നത് ഗുരുവായൂരമ്പലത്തിന് അടുത്തുള്ള ശ്രീവത്സം ഗസ്റ്റ് ഹൗസിൻ്റെ അടുത്തുള്ള മരപ്രഭുവിൻ്റെ ശില്പത്തിന് മുമ്പിലാണ്. ഗുരുവായൂരമ്പലത്തിൽ വരുന്ന ആൾക്കാരൊക്കെ ഈ മരപ്രഭുവിൻ്റെ അടുത്ത് വരികയും തൊഴുകയും ഒക്കെ ചെയ്യുന്നുണ്ടാവും. പലർക്കും ഈ മരപ്രഭുവിൻ്റെ കഥയും അറിയായിരിക്കും. എങ്കിലും ഈ മരപ്രഭുവിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഞാൻ ഈ മരപ്രഭുവിൻ്റെ പിന്നിലുള്ള ഐതിഹ്യം പറഞ്ഞുതരാം. ഭഗവാന്റെ പ്രിയ ഭക്തനാണല്ലോ പൂന്താനം തിരുമേനി. പൂന്താനം തിരുമേനി ഈ ഗുരുവായൂരമ്പലത്തിൽ വരികയും ഭഗവാന്റെ വിഷ്ണു സഹസ്രനാമം ചൊല്ലുകയും പതിവായിരുന്നു. അപ്പം അദ്ദേഹം ഒരിക്കൽ വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്ന സമയത്ത് പത്മനാഭോ അമരപ്രഭു എന്നുള്ള ഭാഗം പത്മനാഭോ മരപ്രഭു എന്ന് അറിയാതെ തെറ്റി വായിക്കുകയുണ്ടായി. അപ്പോൾ ഇത് കേൾക്കുന്ന മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയും ബാക്കിയുള്ള പണ്ഡിതന്മാരൊക്കെ ഇദ്ദേഹത്തിനെ വളരെയധികം പരിഹസിക്കും. അങ്ങനെയാണ് അല്ല പൂന്താനം ചൊല്ലേണ്ടത്, വിഭക്തി ചേർത്ത് ചൊല്ലണം, പത്മനാഭോ അമരപ്രഭു എന്നാണ്, എന്ത് വിഡ്ഢിത്തരാണ് അങ്ങീ പറയുന്നത് എന്ന് പറഞ്ഞ് ഒരുപാട് അദ്ദേഹത്തിനെ പരിഹസിക്കുകയും കളിയാക്കുകയും ഒക്കെ ചെയ്യും. പൂന്താനം നമ്പൂതിരിക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ വളരെയധികം മനോവിഷമം ഉണ്ടാവും. അപ്പോൾ തന്നെ ശ്രീകോവിൽ നിന്ന് ഒരു അശരീരി കേൾക്കുകയാണ്, മരപ്രഭുവും അമരപ്രഭുവും ഞാൻ തന്നെയാണ്. ഭഗവാന് ജ്ഞാനത്തിനേക്കാളും എല്ലാത്തിനേക്കാളും ഉപരി ഒരു ഭക്തന്റെ ഭക്തിയിലാണ് എന്ന് ഭഗവാൻ ആ സമയത്ത് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പം ആ ഭക്തന്റെയും ഭഗവാന്റെയും ഭക്തിയുടെയും ഒക്കെ മഹിമയാണ് ഭഗവാൻ നമുക്ക് ഈ മരപ്രഭുവിൻ്റെ ശില്പത്തിലൂടെ കാണിച്ചു തരുന്നത്.